السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. نزلت شاتيا എന്ന അധ്യായത്തിൽ وقال الأخنس الطائي يمدح المحلب ابن أبي صفرة. അഖ്നസ് الطائي എന്ന ഷാഇർ പറയുന്നു, മുഹല്ലബ് ഇബ്നു അബീ സഫ്ര എന്ന് പറയുന്ന ഭരണാധികാരിയെ മദ്ഹ് ചെയ്തുകൊണ്ട്. ആരാണ് അഖ്നസ് ത്വായി? സിഫീൻ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന സംഘട്ടനം ഹിജ്റ 37 ജമൽ യുദ്ധം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ആവുമ്പോഴാണ് സിഫീൻ യുദ്ധം ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഷാഇർ അൽ-അഖ്നസ് അത്വായി. മുലഹബ് ഇബ്നു അബീ സുഫറ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നിവർ ഭരണം നടത്തുമ്പോൾ ഖുറാസാനിലും ഇറാഖിലൊക്കെ കമാൻഡറായിട്ട് പ്രവർത്തിച്ച, ഭരണം നടത്തിയ, വലിയ വിജയങ്ങൾ ഉണ്ടാക്കി ഭരണം കാഴ്ചവെച്ച ഒരു വാലി ഭരണാധികാരിയായിരുന്നല്ലോ മുഹല്ലബ് ഇബ്നു അബീ സുഫ്രത്ത്. ഈ മുഹല്ലബ് ഇബ്നു അബീ സുഫ്രത്ത് എന്ന ആളെ അടുത്തേക്ക് തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മുടെ ഷാഇർ അഖ്നസ് ത്വായി എന്ന് പറയുന്ന ഷാഇർ പോയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ആദരവും അംഗീകാരവും ബഹുമതിയൊക്കെ എടുത്ത് തന്റെ മുഹല്ലബ് ഇബ്നു അബീ സുഫ്ര എന്നവരെ മദ്ഹ് ചെയ്തുകൊണ്ടാണ് ബൈത്ത് തുടങ്ങുന്നത്. ഇവിടെ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ ഒരു പോരാട്ടത്തിന്റെ കഥ പറഞ്ഞെങ്കിൽ അവിടെയൊക്കെ സ്വന്തം അയൽവാസിയെ കാര്യമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണ്ട പരിഗണനയൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നിലയ്ക്കൊരു ബന്ധം ഇവിടെ ഉണ്ട്. പോരാട്ടത്തിന്റെ കഥ ഇവിടെ പറയുന്നില്ല. ഒരു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് യാത്ര ചെയ്ത ചെറിയൊരു വിശദീകരണം മാത്രം. അതോടൊപ്പം അങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോ തനിക്ക് കിട്ടിയ അംഗീകാരം ഇവിടെ പറയുന്നത്. അതാണ് ശജാഅത്തിന്റെ ബാബിൽ ഈ രണ്ട് ബൈത്തിനെ ഉൾക്കൊള്ളിക്കാനുണ്ടായ കാരണം എന്ന് ഇതിന്റെ എല്ലാ ശാരിഹുകളും അത് വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അൽ-അഖ്നസ് ത്വായി എന്ന് പറയുന്ന വലിയ ഷാഇർ പറയാണ്, നസൽതു അലാ ആലിൽ മുഹല്ലബി ഷാത്തിയ. نزلت على آل المحلب شاتيا غريبا عن الأوطان في زمن محلي فما زال بي إكرامهم واقتفاؤهم فما زال بي إكرامهم واقتفاؤهم وإلطافهم حتى حسبتهم أهلي. നസൽത്തു, ഞാൻ ഇറങ്ങി അഥവാ അഭയം തേടി ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശത്തേക്ക് പോയിട്ടാണ് എന്ന് ഗരീബൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നസൽത്തു, ഞാൻ അഭയം തേടി. എപ്പോ? ആരടുത്ത്? അലാ ആലിൽ മുഹല്ലബി, മുഹല്ലബ് ഇബ്നു അബീ സുഫ്ര എന്ന കുടുംബക്കാരുടെ അടുത്ത്. ഒരു നാട് വിട്ട് മറ്റു നാടിലേക്ക് പോയ സമയത്ത് ഞാൻ അഭയം തേടി എന്നാണ്. ദാഖിലം ഫി ശിതാഇ, ഷാത്തിയൻ എന്ന് പറഞ്ഞ ശൈത്യകാലത്ത് എന്നാണ്. ഖരീബൻ അനിൽ ഔത്താനി ഫി സമ്നി മഹ്ലി. കണ്ടോ, അവിടെ വ്യക്തമായി പറയുന്നു ഖരീബൻ അനിൽ ഔത്താനി, വത്തന് സ്വന്തം രാജ്യം വിട്ട്
മറ്റു പ്രദേശത്തേക്ക് ഫീ സമ്നി മഹ്ലി, മഹ്ല് എന്ന് പറഞ്ഞാൽ മഴയില്ലാതിരിക്കുക, സസ്യങ്ങളൊക്കെ ഉണങ്ങിയ ഒരവസ്ഥ എന്നുവെച്ചാൽ ക്ഷാമം പിടിച്ച ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു? മുലഹബ് ബിൻ അബി സുഫ്ര എന്ന കുടുംബക്കാരുടെ അടുത്ത് എന്റെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് അങ്ങോട്ടെത്തി, അഭയം തേടി. എന്താണ് ഇവിടുത്തെ വിഷയം? ഫമാസാല ബി ഇക്റാമുഹും വഖ്തിഫാഉഹും വഇൽതാഫുഹും ഹത്താ ഹസിബ്തുഹും അഹ്ലി. എന്തായി? അവരുടെ ഇക്റാം, അവരുടെ അംഗീകാരം, ബഹുമാനം, വലിയ നല്ല കാര്യങ്ങൾ, ഇഹ്സാനൊക്കെ അവർ ചെയ്തു എന്ന ഇക്റാം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇക്റാം ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ ചെയ്തു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, എല്ലാ അംഗീകാരവും പരിഗണനയും ഒക്കെ കൊടുത്തു, നല്ല നിലയിൽ ഊഷ്മളമായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇഖ്തിഫാ എന്ന് പറഞ്ഞാൽ വിരുന്നുകാരെ വെള്ളവും അതേപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് ബഹുമാനിക്കുന്നതിനാണ് ഇഖ്തിഫാ എന്ന് പറയുക എന്ന് പറയുന്നത്. എത്രത്തോളം നല്ല പാനീയം കൊടുക്കുക, പാല് കൊടുക്കുന്നതിന് പ്രത്യേകം അത് പറയും എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും വിരുന്നുകാരെ സൽക്കരിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ്. ഇൽത്താഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ നമുക്ക്, അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ, ലത്തീഫ്, വളരെ സൗമ്യമായി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കാരണം യാത്ര ചെയ്ത്, വളരെ ദീർഘമായ യാത്ര എന്ന് ഔത്താൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ധാരാളം സ്ഥലങ്ങൾ താണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് വന്നത് എന്ന് അവിടുന്ന് ഗരീബ് എന്ന വാക്കൊന്നും ഔത്താൻ എന്ന വാക്കെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് എത്തിയപ്പോ വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തു. എന്നിട്ട് ഇത്രത്തോളമൊക്കെ ഗുണം ചെയ്യുന്നത് കണ്ടപ്പോ അഖ്നസ് താഇ എന്ന ഷായിറിനെ തോന്നുകയാണ് എന്ത്? ഹത്താ ഹസിബ്തുഹും അഹ്ലി, ഞാന് അവരെ, മുലഹബ് ബിൻ അബി സുഫ്രന്റെ കുടുംബക്കാരെ, അത് എന്റെ കുടുംബക്കാരാണെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഒരു കുടുംബക്കാർക്ക് കിട്ടേണ്ട പരിഗണന എനിക്ക് അവിടെ കിട്ടി. അടുത്തത് വഖാല ജാബിർ ബിൻ സഅലബ് അത്തായി. അടുത്തതും തയ്യ കബീലയിൽ പെട്ട ജാബിർ ബിൻ സഅലബ് എന്ന ഷായറിന്റെ ഏതാനും വരികളാണ്. وقام إلي العاذلات يلمنني يقولن ألا تنفك ترحل مرحلا فإن الفتى ذا الحزم رام بنفسه جواشن هذا الليل كي يتمولا ومن يقتفر في قومه يحمد الغنى كأن الفتى لم يعر يوما إذا اكتسى ولم يك سعلوكا إذا ما تمولا ولم يك في بؤس إذا بات ليلة يناغي غزالا فاطر الطرف أكحلا إذا جانب أعياك فاعمد لجانبي فإنك لاق في بلاد معولا. ഇവിടെ ജാബിർ ബിൻ സഅലബ് അത്തായി എന്ന ഷാഇർ തന്നെക്കുറിച്ച്, തന്റെ യാത്രയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സ്ത്രീകൾ പറഞ്ഞതിന് ആ പറയുന്ന പശ്ചാത്തലവും അതിനുള്ള മറുപടിയും, എന്നിട്ട് അദ്ദേഹം അനുഭവിച്ച വിഷയങ്ങൾ ചെറിയ രീതിയിൽ അവതരിപ്പിക്കാൻ ഇവിടെ അദ്ദേഹം പറയുന്നു. വഖാമ ഇലയ്യ അൽ ആദിലാത്തു യലുംനനി, എന്നെക്കൊള്ള ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങൾ നിന്നു എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ തുടങ്ങിയെന്ന.
അഖദ, ഖാമ എന്നൊക്കെ പ്രയോഗിക്കുമല്ലോ ഓരോ വിഷയം എടുത്തു കാണിക്കാൻ വേണ്ടി. ഖാമ യുഹദ്ദിസു എന്നൊക്കെ പറയില്ല, വർത്താനം പറയാൻ തുടങ്ങി എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ ധാരാളം പദങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ വഖാമ ഇലയ്യൽ ആദിലാത്തു യലുംനനി, ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങള് എന്ത് ചെയ്തു? ആക്ഷേപിക്കാൻ തുടങ്ങി. അവര് പറയുന്നതായിട്ട് യഖുൽന, എന്താണ്? അല്ലാ തംഫഖു തർഹലു മർഹല. തംഫഖ് എന്ന അല്ലാ തസാലു തർഹലു ഇർതിഹാലൻ, നിങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് യാത്ര നിർത്തിക്കൂടെ എന്നാണ്. ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കഴിഞ്ഞുകൂടെ, നിങ്ങൾ വലിയ യാത്രക്കാരൻ എന്നൊക്കെ അവരെന്ത് ചെയ്തു? ആക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഫഇന്നൽ ഫതാദൽ ഹസ്മി റാമിൻ ബിനഫ്സിഹി ജവാശീന ഹാദൽ ലൈലി കയ്യതമവ്വലാ. അദ്ദേഹം പറയാണ്, ആൺകുട്ടികൾ, ഹസ്മ് നല്ല മനക്കരുത്തുള്ള ആൺകുട്ടികൾ, റാമിൻ ബിനഫ്സിഹി, അവര് സ്വന്തം മശക്കത്തുകളൊക്കെ സഹിക്കുന്നവരും അതിനെതിരിൽ വരുന്ന വിഷയങ്ങളൊക്കെ തോൽപ്പിക്കുന്നവരുമാണ്. രണ്ടർത്ഥം അവിടെ വരുന്നുണ്ട്. ഒന്ന്, മശക്കത്തുകൾ, പ്രയാസങ്ങളൊക്കെ സഹിക്കുക. കാരണം ഒരു വിഷയം അതിൽ വളരെ വ്യക്തമായ വിജയം കിട്ടണം എങ്കിൽ പ്രതിരോധവും അതോടൊപ്പം ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെ എതിർക്കലും വരുമല്ലോ. അതാണ് റാമിൻ ബിനഫ്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രയാസങ്ങളെ സഹിക്കുകയും എതിരിൽ വരുന്ന പ്രയാസങ്ങളെ തുരത്തുകയും ചെയ്യുന്നവരാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അത് വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ നാട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്നാൽ അതിന് പറ്റൂല. ആവശ്യത്തിനനുസരിച്ചൊക്കെ പലയിടത്തും പോവേണ്ടി വരും, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും എന്ന് മറുപടി കൊടുക്കുക. അപ്പൊ അവിടെ പറയുന്നുണ്ടല്ലോ, റാമിൻ ബിനഫ്സിഹി, അവര് സ്വന്തം പ്രതിരോധിക്കുന്നവരാണ്. എന്തിനെ? ജവാശിന ഹാദൽ ലൈലീന. ജവാശിന് കൊണ്ടുദ്ദേശിക്കുന്നത് രാത്രിയുടെ സുദൂറാണ്. യഅനി സുദൂറഹ വ അവാഇലഹ, രാത്രികളുടെ തുടക്കം. കാരണം രാത്രി നഹാറിന്റെ മുഖാബിലയിൽ ലൈല് എന്ന് പറയും, യൗമിന്റെ മുഖാബിലയിൽ ലൈലത്ത് എന്നും പറയും. ഇവിടെ ആ തുടക്കം, രാത്രിയുടെ തുടക്കത്തിൽ ഉള്ള അവസ്ഥ ആ സമയത്തെ സൂചിപ്പിക്കുക. ഹവാദി, സുദൂറ്, നുഹൂറ്, ജവാഷിന് എന്നൊക്കെ അവർ പറയും. അയനാക്ക്, റുഊസൊക്കെ തുടക്കത്തിന് പറയും. എന്നാൽ രാത്രിയുടെ അവസാന ഭാഗങ്ങൾക്കാണെങ്കിലോ അദ്ബാർ, അഖാബ്, അദ്നാബ്, അജാസ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ തുടക്കം, സുദൂറാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമായ ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം, തുടക്കം, ആ നിലക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാത്രിയുടെ തുടക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം യാത്ര ആരംഭിക്കല് പൊതുവെ രാത്രിയിലാണല്ലോ യാത്രക്ക് സുഖം. അപ്പൊ യാത്ര തുടങ്ങപ്പോഴാ? നഹാറിന്റെ അവസാനത്തില്, രാത്രിയുടെ തുടക്കത്തിലല്ലേ. അപ്പൊ ആ തുടക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെയും അവർ തടുക്കും എന്നർത്ഥം. അതല്ല എങ്കിൽ രാത്രിയിലെ തുടക്കത്തിലെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് രാത്രിയിലെ മുഴുവനും ബുദ്ധിമുട്ടുകളും ആവാം. രണ്ടാണെങ്കിലും ബുദ്ധിമാന്മാർ, ആൺകുട്ടികൾ, തന്റെ ഇടമുള്ളവർ, അവര് രാത്രിയിലെ ബുദ്ധിമുട്ടുകൾ സ്വയം തടുക്കുന്നവരാണ്, അവര് സഹിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണതൊക്കെ? കൈയത്തമവ്വല, മുതല് സമ്പാദിക്കാൻ വേണ്ടി. കൈ യനാലൽ അംവാൽ എന്നാണ്. അവിടെ
രാത്രി ഇരുട്ടാണ് എന്നുള്ള വിഷയോ, രാത്രിയിൽ അപകടങ്ങൾ കൂടും എന്ന വിഷയമോ, യാത്ര ചെയ്യൽ തന്നെ ബുദ്ധിമുട്ടാണ്. യാത്ര സഫറു മിന സഖർ എന്നാണല്ലോ. യാത്ര എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ നോക്കി വീട്ടിലൊതുങ്ങി നിന്നാൽ എന്ത് ചെയ്യൂല? വിഷയങ്ങളൊന്നും എത്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? യാത്ര ചെയ്യണം. ആവശ്യമായ സന്ദർഭങ്ങളിലും ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ രാജ്യം വിട്ടു പോവേണ്ടി വരും. അത് ആക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് ജാബിർ ഇബ്നു തഅലബ് ആ സ്ത്രീകളോട് മറുപടി പറയാം. എന്നിട്ട് പറയാണ്, വമൻ യഫ്തഖിർ ഫീ ഖൗമിഹി യഹ്മദിൽ ഗിനാ. ഒരാള് തന്റെ സമൂഹത്തില് ഫഖറുള്ള ആളായി, ആവശ്യക്കാരനായി മാറിയാൽ അവനെന്ത് ചെയ്യും? ഗിന കൊണ്ട് സ്തുതിക്കപ്പെടും. ഒരു പൊതു തത്വമാണല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കല് യുറഫുൽ ഉമൂർ ബി അൽദാദിഹ എന്നല്ലേ. ഫഖീറായാൽ അത് പിന്നീട് എന്ത് ചെയ്യും? ഗിന കിട്ടും. അവന് പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഉള്ള ഒരു അറിവും, അതേപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ സഹിച്ചാലുള്ള അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവൻ വലിയ ഗിന അവന് കിട്ടും എന്ന്. വഇൻ കാന ഫീഹിം വാസിത്തൽ അമ്മി മുഖ്വില. ഇവിടെ ആ ഖൗമിലുണ്ടായാൽ, ഏത് സ്ഥിതിയില്? ആ ഖൗമില് നല്ല ബഹുമാനികൾ ഉണ്ടായാൽ എന്നാണ്. എന്നുവെച്ചാൽ രണ്ട് നിലക്കും സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, ഇവിടെ ഫഖറുണ്ടായി എന്നതുകൊണ്ട് മാത്രം ആള് പരാജയപ്പെടൂല. അവന് കാര്യങ്ങളൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനുള്ള ഒരു പ്രാപ്തി അവന് കിട്ടും. അതിനെന്ത് വേണം? അവന് താങ്ങായിട്ട്, അവനെ എല്ലാ നിലക്കും പിന്തുണക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വേണം. അതുണ്ടാവുമ്പോഴാണ്. അതുകൊണ്ടാണ് വഇൻ കാന ഫീഹിം വാസിത്തൽ അമ്മി മുഖ്വല. അമ്മും ഖാലും രണ്ട് ഭാഗത്തുനിന്നും, ഉപ്പയുടെ ഭാഗത്തുനിന്നും ഉമ്മയുടെ ഭാഗത്തുനിന്നും ഉള്ള സപ്പോർട്ട് ഉണ്ടാവുമ്പം എന്ന് പറയാൻ കാരണം എന്താ? ഫഖറുണ്ടായി എന്നതുകൊണ്ട് മാത്രം ആള് തകരൂല. അവന് ചേർത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ എന്താണ് ഒരു വിഷയമില്ല എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയാണ്, കഅന്നൽ ഫത്താ എന്ന ബൈത്തിന്റെ മുമ്പ് വയുസ്രി ബി അഖ്ലിൽ മർഇ ഖില്ലത്തു മാലിഹി വഇൻ കാന അസ്റാ മിൻ റിജാലിൻ വഅഹ്വല എന്നുള്ള ഈ ബൈത്ത് യഥാർത്ഥത്തിൽ അസ്ലി നുസ്ഖയിലൊന്നും കാണുന്നില്ല. കാരണം ഇവിടെ സ്ത്രീകള് ആക്ഷേപിക്കുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ചുറ്റിക്കറക്കവും അതേപോലെ ക്യാഷ് സമ്പാദിക്കുന്നതും ഒക്കെയാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞതും തന്നെയാണ് ആ നിൽക്കാണ്. അടങ്ങി ഒതുങ്ങി ഇരിക്കല് ബുദ്ധിയല്ല, അത്യാവശ്യത്തിനൊക്കെ യാത്ര ചെയ്യേണ്ടി വരും എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യുസ്രി ബി അഖ്ലിൽ മർഇ ഖില്ലത്തു മാലിഹി. മുതല് കുറയുക എന്നുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്ക് തന്നെ കേടുപാട് സംഭവിപ്പിക്കും. യുസ്രി എന്ന് പറഞ്ഞാൽ യഹ്തഖിറു എന്നാണല്ലോ നേരെ അർത്ഥം. യുസ്രി ബുദ്ധിക്ക് തന്നെ കേടുപാടുകൾ വരാൻ, ബുദ്ധിക്ക് തന്നെ തകരാറ് സംഭവിക്കാൻ കാരണമാവും ഈ മുതല് കുറയുക എന്നുള്ളത്. കാരണം മനുഷ്യന്റെ സമനില തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ മുതല് സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ദമ്മല്ല, മദ്ഹാണ് യഥാർത്ഥത്തില്. ലക്ഷ്യം നേടിയെടുക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് അവിടെ പറയാണ്, വഇൻ കാന അസ്റാ മിൻ റിജാലിൻ വഅഹ്വല. മനുഷ്യരിൽ നിന്ന് വളരെ ഉന്നതരും
വളരെ തന്ത്രജ്ഞാനികളൊക്കെ ആണെങ്കിലും എന്നർത്ഥം. അവര് നല്ല തന്ത്രമറിയുന്നവരാണ്, അതോടൊപ്പം ജനങ്ങളിലെ വളരെ അഷ്റഫാണ്, തന്റെ കബീലയിലെ തന്റെ കൗമിലെ വലിയ വലിയ ആളുകളാണ്. പക്ഷെ സമ്പത്തില്ല, സമ്പത്ത് കുറഞ്ഞുപോയി. ഒരുപക്ഷെ നേരത്തെ സമ്പത്തുള്ള ആളുകള് പിന്നീട് ദരിദ്രരായത് അങ്ങനെയാവാം. ഏത് നിലക്കാണെങ്കിലും മുതൽ കുറവ് എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ്. ജനജീവിതം തന്നെ സ്തംഭിച്ചു പോകുന്ന ഒരു വലിയ പ്രയാസത്തിലേക്ക് അത് കൂട്ടും. അതുവഴി തന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അന്നൽ ഫത്ത. ഈ പറഞ്ഞ ഈ ബൈത്ത് യുസ്രി എന്ന ബൈത്ത് അസ്ൽ ഉസ്തയിൽ കാണുന്നില്ല. തിബരീസ് തങ്ങളെ ശറഹിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അസ്റ മിൻ റിജാലിൻ എന്നുള്ള അഹ്വല എന്നുള്ളതിന് അക്തറു ഹീലത്തിൻ എന്ന് മാത്രം ശറഹ് എഴുതിയിട്ട് അദ്ദേഹം ബൈത്ത് മാത്രം കൊണ്ടുവരുന്നുണ്ട്. ഏതായിരുന്നാലും വീണ്ടും പറയുന്നു അന്നൽ ഫത്ത ലം യഅറ യൗമൻ ഇദക്തസ. ഇവിടെ യുവാവ് ഏതുപോലെയാണ്? ലം യഅറ യൗമൻ ഇദക്തസ വലം യകു സഅലൂകൻ ഇദ്മാ നമൂല, അല്ലെങ്കിൽ വലം യകു സഅലൂകൻ ഇദാമ തമവ്വല. ഈ ബൈത്ത് തന്റെ ചുറ്റിക്കറക്കം ആക്ഷേപിച്ചതിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം പ്രേരിപ്പിക്കുകയാണ്, ചുറ്റിക്കറങ്ങണം, മുതൽ സമ്പാദിക്കണം എന്ന് പ്രേരിപ്പിക്കുന്ന ബൈത്താണ്. കഅന്നൽ ഫത ലം യഅറ യൗമൻ ഇദക്തസ. അദ്ദേഹം പറയുന്നത് ഒരാള് മുതലില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിന്നീട് മുതൽ സമ്പാദിച്ചാൽ, അഥവാ ഫക്കീറായിട്ട് പിന്നീട് ധനാഢ്യനായാൽ, അതേപോലെ ധരിക്കാനൊന്നുമില്ലാത്ത സമയത്ത് പിന്നീട് ധരിക്കാൻ എല്ലാം കിട്ടുന്ന ഒരു രീതിയിലേക്ക് തന്റെ ജീവിതം എത്തിയാൽ അദ്ദേഹം ഏതുപോലെയാണ്? തീരെ ഫക്കീറോ, തീരെ ദരിദ്രനോ, അതേപോലെ തീരെ ധരിക്കാനില്ലാത്ത ആളോ ആവാത്ത പോലെയാണ്. കാരണം ആയതൊക്കെ അദ്ദേഹം മറക്കുക. തനിക്ക് കിട്ടിയ വലിയൊരു നിഅമത്ത് കാരണം താൻ തന്റെ ജീവിതത്തിൽ മുഴുക്കെ അദ്ദേഹം നേരിട്ട എല്ലാ പ്രയാസവും അദ്ദേഹം മറന്നു കളയാണ്. ഇത്തരം വലിയൊരു നിയമത്ത് കിട്ടുമ്പോൾ അത് മറന്നു കളയാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് ദരിദ്രർ എന്നും ദരിദ്രരായി നിൽക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അധ്വാനിക്കുകയും അതോടൊപ്പം തന്നെ സമ്പാദിക്കുകയും ഒക്കെ തന്റെ ജീവിതത്തിനും തന്റെ കുടുംബത്തിനും തന്റെ സമൂഹത്തിനൊക്കെ ആവശ്യമായ വിഷയങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുക, യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. അതാ പറഞ്ഞ കഅന്നൽ ഫത്ത. ഈ ഫത്ത ഏതുപോലെയുണ്ട്? ലം യഅറ, തീരെ വസ്ത്രം ഒരിയാനാവാത്ത പോലെയുണ്ട്. എന്ന് വെച്ചാൽ തീരെ വസ്ത്രമില്ലാത്ത അവസ്ഥ അവന് വരാത്ത പോലെയുണ്ട്. ഇദക്തസ, അവന് വസ്ത്രം ധരിക്കുന്ന നല്ല ഒരു അവസ്ഥ വന്ന് പെടുമ്പോൾ. അതേപോലെ തന്നെ വലം യകു സുഅലൂകൻ ഇദാ മാ തമവ്വല, തീരെ ഫക്കീർ. സുഅലൂക്ക് എന്ന് പറഞ്ഞ ഫക്കീർ, അദ്ദേഹത്തിന് മുതൽ കിട്ടുമോ? ഇദാ മാ തമവ്വല, മാലെന്നുള്ളതാണല്ലോ തമവ്വല. അദ്ദേഹത്തിന് മുതൽ പിന്നീട് കിട്ടുമ്പോ, അദ്ദേഹം ധനാഢ്യനായി മാറുമ്പോ, അതല്ലെങ്കിൽ തന്റെ ജീവിതത്തിന് ആവശ്യമായ മുതൽ സമ്പാദിച്ചു കഴിയുമ്പോ നേരത്തെ തീരെ ഫക്കീർ ആവാത്ത പോലെ, തീരെ ദരിദ്രനാവാത്ത പോലെയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലം യകു ഫീ ബുഅ്സിൻ ഇദാ ബാത ലൈലതൻ യുനാഗി ഗസാലൻ ഫാത്തിറത്ത് തർഫി അക്ഹല സാജിയത്ത് തർഫി അക്ഹല എന്നൊക്കെയുണ്ട്. വലം യകു ഫീ ബുഅ്സിൻ, അങ്ങനെ അദ്ദേഹം ബുഅ്സിലായിട്ടില്ല. ബുഅ്സ് എന്ന് പറഞ്ഞ പ്രയാസം, അങ്ങനെ പ്രയാസത്തിലും ആവാത്ത പോലെയുണ്ട്. നേരത്തെ പറഞ്ഞ ബൈത്തിലേക്ക് അത്ഫാണ്. അദ്ദേഹം തീരെ ബുഅ്സിലും ആവാത്ത പോലെ, പ്രയാസത്തിലും ആവാത്ത പോലെയുണ്ട്. എപ്പോ? ഇദാ ബാത ലൈലത്തൻ യുനാഗി ഗസാല, ഒരു രാത്രി അദ്ദേഹം താമസിക്കുകയാണെങ്കിൽ എങ്ങനെ താമസിക്കുക? ഗസാല് അതിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് താമസിക്കുക എന്ന് വെച്ചാൽ വളരെ സന്തുഷ്ടനായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ. അതാണ് മാൻപേടയെ അവിടെ ഒരു സുന്ദരിയായ സ്ത്രീയോട് തശ്ബീഹാക്കിയിട്ട്
ഒരു ഫതാത്തിനോട് കിന്നാരം പറയുക, സന്തോഷം ഉണ്ടാവുക എന്നൊക്കെ അവിടെ അർത്ഥം വരുന്നുണ്ട്. അപ്പൊ കണ്ണെഴുതിയ സുർമയിട്ട എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തില് ഒരു മനുഷ്യ സ്ത്രീയുടെ വസ്ഫാണല്ലോ. അപ്പോ ഇവിടെ ഒരു മാൻപേടയെ മനുഷ്യ സ്ത്രീയെ കൊണ്ട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയുടെ ലവാസിമ് പറയാണ്. അതാണ് ഗസാലൻ എന്ന് ഇവിടെ പ്രയോഗിച്ചത്. ഫാത്തിറുൻ നദർ എന്നൊക്കെ പറഞ്ഞാൽ മുൻകസിറുൻ നദർ. അപ്പോ പല വിശദീകരണങ്ങളുണ്ട്. ചെരിഞ്ഞ നോട്ടം, അതേപോലെ സുർമൊക്കെ ഇട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ, ഒരു ആനന്ദം. അക്കഹല് സുർമ ഇട്ടതാണ്. ഫാത്തിറിന് ബൈനൽ ഹാരി വൽ ബാരിദി അങ്ങനെ അർത്ഥമുണ്ട്. അതേപോലെ ഫാത്തിറിനിക്ക് എന്തർത്ഥമുണ്ട്? ഒതുക്കവും അടക്കവും ഉള്ള എന്നർത്ഥമുണ്ട്. ഫത്തർ റജുലു ഫീ നശാതിഹി തഫ്തീറ. അപ്പൊ എന്തായ അർത്ഥം? നല്ല അടക്കവും ഒതുക്കവുമുള്ള, സുർമയിട്ട ഒരു നല്ല സുന്ദരിയുമായിട്ട് സംസാരിക്കുന്ന, കിന്നാരം പറയുന്ന അവസ്ഥയിൽ. അപ്പൊ അത്രയും വലിയ സന്തോഷം ഉണ്ടാവുമ്പോ, ആനന്ദം ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാണ്? അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മറന്നുപോകും. അപ്പൊ അതുപോലെയുണ്ട് ഇവനെ, അതുപോലെയാവും. അപ്പൊ ധാരാളം പ്രയാസങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്ത് പിന്നീട് നല്ലൊരവസ്ഥ എത്തുമ്പോ ഇത്തരം അവസ്ഥകളൊക്കെ ആയിട്ട് മാറും. അപ്പൊ അതൊരു മോശമായിട്ട് കാണേണ്ട, ഒരു നിസാരവൽക്കരിച്ച് ഒഴിവാക്കേണ്ടതല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തുടർന്ന് ഷായർ പറയാണ്, ഇദാ ജാനിബുൻ അഴയാക ഫഅ്മിദ് ലി ജാനിബിൻ ഫഇന്നക ലാഖിൻ ഫീ ബിലാദി മുഅവ്വല. ഷായർ പറയുന്നു, നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ എതിരിൽ വരുന്ന ആക്ഷേപങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞാൽ മറുവാതിൽ തുറക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളായിരിക്കണം. ഇതാ ജാനിബുൻ അഴിയാക്ക, ഒരു ഭാഗം നിന്നെ അശക്തമാക്കി കളഞ്ഞു, നീ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്, കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ രീതികളൊക്കെ കരുനീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ടും ഒരു ഭാഗം അശക്തമാക്കി കളഞ്ഞു നിന്നെ. എന്നാൽ നീ എന്തായിക്കോ, മറ്റൊരു ഭാഗത്തെ അവലംബിച്ചോ. ഫഇന്നക ലാഖിൻ ഫീ ബിലാദിൻ മുഅവ്വല. അങ്ങനെ നാട് വിട്ട് പോവേണ്ടി വന്നാൽ പോലും അത് സ്വീകരിക്കണം. ഫഇന്നക ലാഖിൻ ഫീ ബിലാദിൻ മുഅവ്വല. നിനക്ക് നീ എത്തിച്ചേക്കാം, നീ കണ്ടേക്കാം, മറുനാട്ടിൽ ഒരു അഭയ കേന്ദ്രം നിനക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം അടഞ്ഞു എന്ന് പറഞ്ഞ് തപസ്സിരിക്കുന്നതിന് പകരം കാര്യത്തിന്റെ വഴികളും അതേപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് യാത്ര ചെയ്യേണ്ടി വന്നാൽ ആ യാത്ര തിരഞ്ഞെടുക്കണം എന്നാണ്. ആ തുടക്കത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇവരാക്ഷേപിച്ചത് ഒട്ടും തനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിനെതിരിൽ ഇദ്ദേഹം തെളിവുകളും തത്വങ്ങളും ഒക്കെ നിരത്തി സാഹചര്യവും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് എല്ലാ നിലക്കും അദ്ദേഹം തെളിവ് പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അത് പിടിക്കാൻ വേണ്ടി, എത്തിപ്പെടാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതിനെതിരിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം തടഞ്ഞ് ഒന്നടങ്കം അതിനെക്കുറിച്ച് എതിർത്ത് അദ്ദേഹം ഒരുപാട് വലിയ ആശയം നമുക്ക് സമ്മാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.